ഹലോ ഗായ്സ്, പിന്നെ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒറിജിനൽ ടേബിൾ അവിടെയാണ്. അത് ഇത്തിരി മെസ്സാണ്. നമുക്കതപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്താലോ? സോ ടുഡേയ്സ് വീഡിയോ ഈസ് ഡെസ്ക് മേക്ക്. ഇതാണ് എൻ്റെ ഡെസ്ക്. അപ്പോൾ ഇതിനകത്ത് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പത്രമൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പത്രം വായിക്കുന്നു. നോ നെവർ. ഞാനിത് ഏതോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു. സോ നമുക്കിതെന്തായാലും ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. സോ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടോ. എൻ്റെ കയ്യിൽ ഡയറി ഓഫ് എ ബിഗ് കിട്ടുണ്ട്. ഇത് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. എന്ത് ഫോക്ക് ടെയിൽസ് ഓഫ് ഗുജറാത്ത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബുക്കായിട്ട് ഇതിൻ്റെ ഒരു പേഴ്സണൽ ഡയറി ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കാണ്. അത് ഞാൻ ആരെയും കാണിക്കില്ല. അപ്പോൾ ഈ 4 ബുക്സാണ് ഇപ്പം എനിക്ക് ഒരു മൂലയ്ക്ക് കൂട്ടി വെക്കേണ്ടത്. ഞാൻ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പിന്നെ ആരും നോക്കാത്തതുകൊണ്ടൊരു കുഴപ്പമില്ല. എങ്ങനെ അലങ്കോലമായിട്ട് കാണാൻ. പക്ഷെ വേറെ കണ്ടന്റ് കിട്ടിയില്ല ഗൈസ്. ഇത് മെസ്സായി കിടക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ വേറെ കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതന്നെ എടുക്കണം. ഇത് 3 എൻ്റെ സ്കൂളിലെ ബുക്സാണ്. നമുക്കത് ഷെൽഫിലേക്ക് കയറ്റി വയ്ക്കാം. ഷെൽഫിൽ തൊട്ടപ്പുറത്തായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ പത്രം, ഇതെന്തിനാണ് ഞാനിവിടെ കൊണ്ടുപോകുന്നതെന്ന് പോലും ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ നമുക്കിത് അപ്പുറത്തെ ടേബിളിലേക്ക് വയ്ക്കാം. ഒരു ടേബിൾ അലങ്കോലാണെങ്കിൽ പിന്നെ പക്ഷെ ഒരു ടേബിൾ വൃത്തിയാക്കുമ്പോൾ അടുത്ത ടേബിൾ എന്തായാലും നമ്മൾ അലങ്കോലാക്കിയിരിക്കണം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ടേബിൾ. അലങ്കോലമാക്കാനുള്ള നെക്സ്റ്റ് ടേബിൾ എന്ന് നമ്മൾ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒറിജിനൽ ടേബിളിലേക്ക് വരാം. ഇത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വളരെ അത്യാവശ്യമായി എനിക്കൊരു ബോക്സാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനുള്ള സ്കെയിലാണ്. ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നൊരു കീ ചെയിൻ. ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇത് വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ അമ്പലത്തിൽ ഏതോ ഒരു ആചാരത്തിൻ്റെ ഇടയ്ക്ക് നെല്ലെറിഞ്ഞു. ഞാൻ അത് മുഴുവൻ പറക്കിക്കൊണ്ട് വന്ന് അലൂമിനിയം ഫോയിലിൽ കെട്ടി വെച്ചേക്കുക. ഇത് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ എൻ്റെ അത്രയ്ക്ക് സ്പെഷ്യലായിട്ടൊരു ബോക്സ് ആയതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്കൂൾ ആനുവൽ ഡേക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, കളയാം. പിന്നെ ഇവിടെ അങ്ങനെ ഉള്ളത് ഈ ഒരു മൂലയാണ്. ഇവിടെ നമുക്കിനി സെറ്റപ്പ് ചെയ്യാം. കാണാം, കുറച്ചടുത്തേക്ക് ഇവിടെ ഫസ്റ്റ് എന്നുള്ളത് എൻ്റെ ഈ ഒരു പൂച്ചട്ടിയാണ്. നമുക്കിനി പൂച്ചട്ടി ഇവിടെ വയ്ക്കാം. സ്പേസ്. ഇത് എൻ്റെ ഒരു ഗണപതിയും കൃഷ്ണനും ഞാൻ ഒരിക്കലും നശിപ്പിക്കൂല. അപ്പോൾ ഞാനൊരു സ്കെയിലെടുത്ത് അതിൻ്റെ മുകളിൽ പെയിൻറ് തേച്ച് അതിൻ്റെ മുകളിൽ ഗ്ലിറ്ററൊക്കെ ഒഴിച്ച് ഞാൻ വെച്ചേക്കാണ്. ഞാൻ കാണിച്ചു തരാവേ. മുട്ടയപ്പം ഞാൻ മറച്ചത്. ഇതാണ് സംഭവം. ഇത് നടരാജൻ്റെ ഒരു നല്ല അടിപൊളി സ്കെയിലാണ്. ഇതിനെ ഞാൻ നശിപ്പിച്ച് വെച്ചേക്കാം. പക്ഷെ ഇത് അവർക്ക് നല്ലൊരു ഇരിപ്പിടായിട്ട് എനിക്ക് തോന്നി. സോ ഞാനിത് ഇവിടെ കയറ്റി വെച്ച് ഇതിപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. അടുത്തത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായി ഒരു പേപ്പർ. കാരണം ഫസ്റ്റ് ടൈം ഞാൻ വരച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഫേസൊക്കെ വരയ്ക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഫേസ് ഇച്ചിരി കോളായിപ്പോയി, എന്നാലും നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മടക്കി ചുരുക്കി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഇല്ലാത്ത ദിവസങ്ങളിൽ, ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ വളരെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ടാണ് സ്കൂളിൽ പോകും. അങ്ങനത്തെ ഒരു ഇതാണ്.
സോ എനിക്കതിൽ വിശ്വാസമുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ആകെയുള്ളൂ. പിന്നെ എൻ്റെ പൗച്ചാണ്. പൗച്ച് കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് എനിക്ക് ആകെ കാണിക്കാൻ പറ്റിയത് ഇതാണ്. ഞാൻ വാഗമൺ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണനില്ലെങ്കിൽ ഇതിനകത്ത് കെട്ടിപ്പിടിച്ചായിരിക്കും സ്കൂളിൽ വെച്ചിരിക്കുക. അപ്പം ഇത്രയാണ് ഈ ഒരു ഡെസ്കിൻ്റെ മേക്ക് ഓവർ. ഇനി നമുക്കിത് കുറച്ച് ക്രിസ്മസ് തീമിലേക്ക് കൊണ്ടുപോകണ്ടേ. അതിന് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആകെയുള്ളൊരു പച്ച ഗാർലൻഡ്. അത് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മളിനി എന്ത് ചെയ്യും? കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാം. സോ കമോൺ. അത് അടുത്ത വീഡിയോ അടിച്ച് ചെയ്യണം. അടുത്ത വീഡിയോ അടിച്ച് ചെയ്യാം. സോ ഈ വീഡിയോ കഴിഞ്ഞു. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പം തന്നെ വരാം. സോ ക്രാഫ്റ്റ് വീഡിയോ അതാണ് അടുത്തത്.